കുട്ടികൾക്ക് വിരയുടെ മരുന്ന് ആൽബൻഡസോൾ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിരയുടെ മരുന്ന് ഏത് പ്രായത്തിലാണ് കൊടുക്കേണ്ടത്, എത്ര അളവിലാണ് കൊടുക്കേണ്ടത്, അതുപോലെ എപ്പോഴാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് ഈ പാരൻറ്റിങ് ജേർണിയുടെ ഭാഗമാവാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. അപ്പം വിര, എന്തുകൊണ്ടാണ് നമ്മൾ വിരയുടെ ഗുളിക കൊടുക്കണം എന്ന് പറഞ്ഞത്? കാരണം നമ്മുടെ കുഞ്ഞുങ്ങളിൽ അവരുടെ ഇൻറ്റസ്റ്റൈൻ കുടലിനകത്ത് ഈ വിരകൾ ഇങ്ങനെ പോയി അള്ളിപ്പിടിച്ച് നിന്ന് അവിടെ നിന്നും ബ്ലഡ് ഇങ്ങനെ ഊർന്ന് ഇറങ്ങും. അപ്പോൾ ഊർന്ന് ഇറങ്ങുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അത് നമുക്ക് മലത്തിൽ ആ ബ്ലഡ് കാണാനൊന്നും കഴിയില്ല. നമ്മളെ നഗ്ന നേത്രം കൊണ്ട് പലപ്പോഴും കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ അങ്ങനെ ബ്ലീഡിങ് ഉണ്ടെന്ന് പോലും മനസ്സിലാവുള്ളൂ. അപ്പം ആ വിരകൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് അതൊരു ത്രെട്ടാണ്, ശല്യമാണ്. കാരണം കുഞ്ഞിൻ്റെ ബ്ലഡ് കുറയും, ഹീമോഗ്ലോബിൻ കുറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിര ഇടയ്ക്ക് ഇളക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഓർക്കുക 1 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എങ്ങനെ വിര ഇളക്കണം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഇന്ത്യയിൽ, അനീമിയ മുക്ത് ഭാരത് പ്രോഗ്രാം. അത് പ്രകാരം അവർ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെ ഇളക്കണം. അത് പ്രകാരം 1 വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും 6 മാസത്തിൽ 1 തവണയെങ്കിലും വിര ഇളക്കേണ്ട ആവശ്യമുണ്ട്. കൃത്യമാണല്ലോ. 6 മാസം ഓരോ 6 മാസത്തിലും 1 വയസ്സിന് ശേഷം വിര ഇളക്കണം, 18 വയസ്സ് വരെ. അപ്പം 6 മാസത്തിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഡോസ് എങ്ങനെയാണ്? 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 200 മില്ലിഗ്രാമാണ് ആ ആൽബൻഡസോൾ എന്ന മരുന്നിൻ്റെ ഡോസ്. 2 വയസ്സിന് മുകളിലോട്ടോ 400 മില്ലിഗ്രാം. അപ്പോൾ 2 വയസ്സിന് മുകളിലോട്ട് അങ്ങോട്ട് ഏത് പ്രായത്തിലും, ഇപ്പോൾ നമ്മൾ അഡൽസിന് പോലും ഒരേ ഡോസാണ് 400 മില്ലിഗ്രാം. ഇനി ഈ മരുന്ന് എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇത് സിറപ്പ് രൂപത്തിലുണ്ട്, ടാബ്ലറ്റ് രൂപത്തിലുണ്ട് അല്ലേ? അപ്പം സിറപ്പ് രൂപത്തിലാണ് ഒരു 5 വയസ്സിന് അല്ലെങ്കിൽ 4 വയസ്സിനൊക്കെ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മിക്ക പാരൻസും സിറപ്പാണ് ഓപ്റ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലോട്ട് ടാബ്ലറ്റ് ആയാലും മതി. അപ്പോൾ ടാബ്ലറ്റ് ഓർക്കുക, നമുക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരേ ഡോസാണ്. 2 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഡോസാണ് 400 മില്ലിഗ്രാം. അപ്പോൾ സിറപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 5 ml 5 ml കണ്ടെയ്ൻ 200 മില്ലിഗ്രാമാണ്. അപ്പോൾ ഈ ആൽബൻഡസോളിൻ്റെ സിറപ്പ് വരുന്നത് ഈച്ച് 5 ml കണ്ടെയ്ൻ 200 മില്ലിഗ്രാം. അപ്പം 2 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിക്ക്, ആ കുഞ്ഞിന് 1 വയസ്സാവുമ്പോൾ, 1.5 വയസ്സാവുമ്പോൾ, 2 വയസ്സാവുമ്പോൾ, ഈ 3 സമയത്തും കൊടുക്കേണ്ടത് 5 ml ആണ്. കാരണം എന്താ? ആ കുട്ടിക്ക് ആ സമയത്ത് വേണ്ടത് 200 മില്ലിഗ്രാം ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 5 ml 200 മില്ലിഗ്രാം ഉണ്ടല്ലോ. അപ്പോൾ 1 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സ്, ഈ സമയത്ത് 5 ml കൊടുക്കുക. 2-ന് മുകളിലോട്ട് 2.5 വയസ്സ് തൊട്ട് ഓരോ 6 മാസത്തിലും 10 ml കൊടുക്കുക. പക്ഷെ ഞാൻ ഈ പറയുന്ന ML കണക്കൊക്കെ ആദ്യം ഒരു കാര്യം ഉറപ്പ് വരുത്തണം, നിങ്ങൾ വാങ്ങുന്ന സിറപ്പിലും 5 ml കണ്ടെയ്ൻ 200 മില്ലിഗ്രാം ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് ഈ ML കണക്ക് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളെ സിറപ്പിൽ നോക്കുക എത്രയാണ് ഈച്ച് 5 ml കണ്ടെയ്ൻ. മിക്ക സിറപ്പിലും 200 ആയിരിക്കും. അപ്പോൾ 2 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ 10 ml, 2 വയസ്സിന് താഴെയാണെങ്കിൽ 5 ml. കൃത്യമാണല്ലോ. ഇനി ഒരു 4-5 വയസ്സിനൊക്കെ ശേഷം നിങ്ങളെ കുട്ടിക്ക് ഗുളിക കഴിക്കാൻ കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ 400 മില്ലിഗ്രാമിൻ്റെ ഗുളിക വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇത് എപ്പോഴാണ് കഴിക്കേണ്ടത്? ഓരോ 6 മാസവും. അത് ഇന്ന സമയത്ത് രാവിലെ വൈകുന്നേരം അങ്ങനെയൊന്നുമില്ല. മിക്ക ഡോക്ടർമാരും രാത്രി കൊടുക്കാനാണ് പറയാറുള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പം പല പേഷ്യൻസും പറയാറുണ്ട്, എൻ്റെ ഡോക്ടർ എന്നോട് 2 ആഴ്ച ഇടവിട്ട് 2 ഗുളിക കഴിക്കാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ സിറപ്പ് കഴിക്കാൻ പറഞ്ഞല്ലോ, എൻ്റെ കുട്ടിയെ കൊണ്ട് 2 ആഴ്ച ഇടവിട്ട് കഴിക്കാൻ പറഞ്ഞല്ലോ. അത് എപ്പോഴാണ്? അത് നിങ്ങളുടെ കുട്ടിക്ക് വിര വരുന്ന സമയത്താണ്. വിരയുടെ ശല്യമുള്ള സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡോസാണ് ഈ പറഞ്ഞ പോലെ 2 ഡോസൊക്കെ വേണ്ടി വരും, 2 ആഴ്ച ഇടവേള. അത് അവിടെ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞുതരും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് വിര വരാതിരിക്കാനുള്ള ഡോസാണ്. എങ്ങനെ? ഓരോ 6 മാസത്തിലും. അപ്പം എങ്ങനെയാണ് ആൽബൻഡസോളിൻ്റെ മരുന്ന്, അതായത് വിരയുടെ മരുന്ന് എങ്ങനെ കഴിക്കണം എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ? അത് സംശയമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഓരോ 6 മാസത്തിലും കുട്ടികൾക്ക് വിരയുടെ മരുന്ന് കൊടുക്കുന്ന ശീലം ഉണ്ടാക്കുക. 18 വയസ്സ് വരെ അത് തുടരുക. ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുട്ടിക്ക് വിരശല്യം വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകം ഡോക്ടറെ പോയി കാണണം. അപ്പോൾ അവിടെ ഡോസ് വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ ഡോക്ടർ പറഞ്ഞു തരും. ഓക്കെ ആണല്ലോ.